യെസ്, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ എത്തിയിരിക്കുകയാണ്. പൂജയും എത്തിയിരിക്കുകയാണ്, അനന്യയും എത്തിയിരിക്കുകയാണ്. ഇഫ് ഐ എം നോട്ട് റോങ്, ഇത് പൂജ ആൻഡ് ദിസ് ഇസ് അനന്യ. ഓക്കെ, സോ ഇവരെ പോലെ തന്നെ ഇവരുടെ പാരന്റ്സും വളരെയധികം സ്പെഷ്യൽ ആണ് ഞങ്ങൾക്ക്. അപ്പൊ ഒന്ന് പരിചയപ്പെട്ട് സാറിന്റെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് രമേശൻ എന്നാണ്. ഓക്കെ, ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, മാമിന്റെ സുജാത. സുജാത അല്ലേ? ഓക്കെ, ശരി. ഇവിടെ മാമിന്റെ പേര്? എന്റെ പേര് അനുപമ എന്നാണ്. ബിജേഷ്, ട്രിവാൻഡ്രം തന്നെയാണ്. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ആദ്യം അനന്യയുടെ പെർഫോമൻസിൽ തന്നെ തുടങ്ങാം. നല്ലൊരു കൈയടി. അനന്യ പാടാൻ പോവുകയാണ്.
അനന്യക്കുട്ടി അടിപൊളി. അനന്യയുടെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. നമുക്ക് പൂജയുടെ കാണാം ഇനി പെർഫോമൻസ്. ഓക്കെ, പൂജ, ലെറ്റ്സ് വെൽക്കം പൂജ ടു ദി സ്റ്റേജ്. ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥ ഘോഷം, ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണ്ണരഥ ഘോഷം, ചെമ്പരത്തി പൂവേ ചൊല്ല. താഴ്വരയത്തിൻ തീരെ ആടുവാൻ വന്ന കാറ്റേ, കാലിലെ പാദസരം കാണാതെ വീണതെങ്ങ്, താഴ്വരയത്തിൻ തീരെ ആടുവാൻ വന്ന കാറ്റേ, കാലിലെ പാദസരം കാണാതെ വീണതെങ്ങ്, താഴമ്പുകാട്ടിലെ ചന്ദന കട്ടിലിലോ ചെമ്പരത്തി പൂവേ ചൊല്ല ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ നല്ലയോ സ്വർണ്ണരഥ ഘോഷം, ചെമ്പരത്തി പൂവേ ചൊല്ല ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ നല്ലയോ സ്വർണ്ണരഥ ഘോഷം, ചെമ്പരത്തി പൂവേ ചൊല്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. പൂജ, മമ്മി പോവാ. താങ്ക് യു, നന്നായിട്ട് പാടിട്ടോ. അതെ, ലവ് യുവർ പെർഫോമൻസ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി നൈസ്, വെരി നൈസ്. യെസ്, ഓവർ ടു യു മാസ്റ്റേഴ്സ്. ഈ രണ്ടുപേരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയാനില്ല. എന്താണ്, രണ്ടുപേരും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. രണ്ടുപേരും അതിഗംഭീരമായിട്ട് പാടി, മനസ്സും നിറഞ്ഞു. ദൈവം ഇനി ഒരുപാട് അനുഗ്രഹിക്കട്ടെ. അതെ, പക്രു ചേട്ടാ. ഞാന് അമ്മമാരുടെ മുഖത്തേക്കാണ് നോക്കിയത്. അമ്മമാരുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. അതാണ് നമുക്ക് വേണ്ടത്. കാരണം അമ്മമാര് സന്തോഷിച്ചാലേ കുട്ടികളിലേക്ക് ആ സന്തോഷം പകരുള്ളൂ. ഏത് വേദിയിൽ ചെന്ന് നിന്നാലും ഇത്തരത്തിലുള്ള കുട്ടികളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പം ഞാൻ ആദ്യം പറയുന്നൊരു കാര്യം അമ്മമാരെക്കുറിച്ചും അല്ലെങ്കിൽ രക്ഷിതാക്കളെക്കുറിച്ചുമാണ്. തീർച്ചയായിട്ടും ഈ രണ്ടുപേരുടെയും മക്കളുടെ അമ്മമാരെ അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച രണ്ട് മികച്ച അമ്മമാരാണ്. കാരണം അത്രയും നല്ല കലാകാരികളാണ് രണ്ടുപേരും. രണ്ടുപേരും മനോഹരമായിട്ട് പാടി. സംഗീതം ദൈവത്തിൻ്റെ വരദാനമാണെന്നൊക്കെ പറയുന്ന നമ്മൾ അത് കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇത് നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ കാണുകയാണ്. ദൈവം കൊടുക്കുന്ന ഒരു സിദ്ധിയാണ് സംഗീതം എന്നുള്ളത്. അപ്പോൾ മക്കൾ കൂടുതൽ നന്നായിട്ട് പാടട്ടെ, ഒരുപാട് വേദികൾ കിട്ടട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് കിട്ടട്ടെ. താങ്ക് യു. വിപിൻ ചേട്ടാ, ലോകത്ത് ദൈവമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, എത്തിസ്റ്റുകള്, അവരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് കാണിക്കണം. ഈ നിൽക്കുന്നതാണ്, താൻ ആ കൈ പിടിച്ചേക്കുന്നത് ദൈവാംശമാണ്. എന്നെ പിടിച്ചിരിക്കുന്ന തൻ്റെ കൈ പിടിച്ചേക്കുന്നത് വിട്ടിട്ടില്ല. നമ്മളൊരു നോർമൽ ഒരാള് പാട്ട് പാടുമ്പോൾ ഒരു കരോക്കെ ഇട്ടാൽ പോലും എവിടെ വെച്ചത് ടൈമിങ് തുടങ്ങും എന്നുള്ളത് എല്ലാവരുടെയും കൺഫ്യൂഷൻ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അല്ലെ. ആ നിൽക്കുന്ന ആളാണ് ദേവാങ്കണങ്ങൾ എന്നുള്ള പാട്ട്. എന്തൊരു പാടാണ് ആ പാട്ട് പാടാൻ. അതേപോലെ തന്നെ പുള്ളിക്കാരത്തി പാടി ആയാസരഹിതം എന്ന് പറയുന്നത്, അതായത് പ്രയാസമേ ഇല്ല, പ്രയാസരഹിതം. ദൈവത്തെ കൺമുമ്പിൽ കാണാൻ നമുക്ക് ഇത്രയും കഴിവാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും നന്നായിട്ട് അമ്മമാരെ അച്ഛന്മാരും കേട്ടോ, മക്കൾക്ക് ദൈവം നന്നേക്കുന്ന അനുഗ്രഹം അത് ചില്ലറ അനുഗ്രഹമല്ല, ദൈവം തൊട്ടനുഗ്രഹിച്ചേക്കുന്ന കലാകാരികളാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, അവരുടെ എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാവട്ടെ. ഞങ്ങള് കുറച്ച് ഇമോഷണലായി. ഇമോഷണലായി. ഒന്നാമത് എന്താ വെച്ചാൽ ഇവര് തന്ന ഒരു ലവ് ഉണ്ടല്ലോ, അത് എനിക്ക് ഇവിടുന്ന് കറക്റ്റ് ലൈക്ക് എന്റെ ഹാർട്ടിൽ കിട്ടിയ പോലെയായിരുന്നു. അതാ ഞാൻ പറഞ്ഞ കയ്യിൽ പിടിച്ചപ്പോ കിട്ടിയില്ലേന്ന്.
കറക്റ്റ് അതുപോലെയായിരുന്നു. ഓക്കെ, നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഷാൻചേട്ടാ ഇവരുടെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചാൽ നമ്മൾ ഓണാവും അല്ലേ? സാർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് സാർ? ഞാനിപ്പോൾ റിട്ടയർഡ് ആണ്. ആണ്. ഓക്കെ. വീട്ടില് പൂജ ഒരാളേ ഉള്ളോ? ഒരാളേ ഉള്ളൂ. ഓക്കെ. മാം വർക്ക് ചെയ്തിരുന്നോ? ഇല്ല. അപ്പൊ ഫുൾ ടൈം പൂജയുടെ കൂടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ. വേറെ മോട്ടോർ സ്കിൽസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ പാട്ട് മാത്രമേ ഉള്ളൂ? എങ്ങനെയാണ്? പാട്ട് തന്നെയാണ്. ആണ്. നഴ്സറി മുതല് നോർമൽ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. Nice, മോളെ കൂടെ പോവും. പിന്നെ വീണ പഠിക്കുന്നുണ്ട്. പൂജ വീണ പഠിക്കുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിക്കാന്ന് പറഞ്ഞല്ലേ? അടിപൊളി. ആള് MA മ്യൂസിക് കഴിഞ്ഞു. ആളൊരു ക്ലാസിക്കൽ പെർഫോമർ ആണ് ബേസിക്കലി. ആണ്. ഒരു കച്ചേരികൾ 15 സ്റ്റേജുകളിൽ കച്ചേരികളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്ഥലം എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂരാ. അനന്യയുടെ വിശേഷം ഞങ്ങൾക്കൊന്ന് അറിയണമെന്നുണ്ട്. അനന്യ പഠിക്കുന്നുണ്ടോ? എങ്ങനെയാ? അനന്യ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. വഴുതക്കാടുള്ള റോട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ഭിന്നശേഷി അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ ഈ വർഷത്തെ ഉജ്ജ്വല ബാല പുരസ്കാരം കിട്ടിയിരുന്നു. വെരി ഗുഡ്. സ്മാർട്ട് ഗേൾ. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ സൂപ്പർ. 3 ആൽബത്തിൽ പാടിയിട്ടുണ്ട്. ആണോ? ഇനി ഇങ്ങനെ വളർന്ന് സിനിമയിൽ വരെ പാടും. അതെ. ആരാവട്ടെ, രണ്ടുപേർക്കും അല്ലേ? അതുപോലെ രണ്ടുപേരും. അതാണ്. ചിത്ര ചേച്ചിക്കൊപ്പം ഒരുപാട് സ്റ്റേജുകളിൽ പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ചിത്ര ചേച്ചിയുടെ ഫേവറേറ്റ് ആണ് മോള്. വെരി ഗുഡ്. നൈസ്. സാർ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ റിസർവ് ബാങ്ക് വർക്ക് ചെയ്യുന്നു. റിസർവ് ബാങ്കിൽ. ട്രിവാൻഡ്രം റീജിയണൽ ഓഫീസ് തന്നെ. ഓക്കെ, ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും ഇവരെ ഇന്നത്തെ ദിവസം പരിചയപ്പെടാൻ പറ്റിയല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ചുകൂടെ സ്പെഷ്യൽ ആക്കി തന്നത് പൂജയും പിന്നെ അനന്യയും കൂടിയാണ്.